ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിനായിട്ട് അരി കഴുകിയിട്ട് 2 മണിക്കൂർ കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ശർക്കരപ്പാനി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഉരുക്കിയെടുക്കുകയാണ്. ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കുകയാണ്. ഇതിപ്പോൾ 2 മണിക്കൂർ ആയിട്ടുണ്ട്. നല്ലതുപോലെ കഴുകിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കിയ ശർക്കരപ്പാനി അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ചെറിയ ജീരകം 4 ഏലക്കയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക. ഇതിപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാണ്. രണ്ടാമത്തെ ബാച്ചിൽ ചെറുപഴം 6 ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ ഉണ്ടാക്കിയ ശർക്കരപ്പാനിയിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് എള്ളുണ്ടെങ്കിൽ വറുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം റെസ്റ്റ് ആക്കാൻ വെക്കുന്നുണ്ട്. ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഇരുമ്പിൻ്റെ ചട്ടിയാണ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിലേക്ക് ഓയിലും നെയ്യും കൂടി മിക്സ് ആക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ട്. നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാൻ. മാവ് ഒരു ഗ്ലാസ്സിലാക്കിയിട്ട് ഒഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഈസിയാവും. ഇതിൻ്റെ ഒരു സൈഡ് ഗോൾഡൻ കളർ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ. ഇതിപ്പോൾ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അങ്ങനെ എല്ലാതും പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാനും മറക്കരുത്. Thanks for watching my video.